Good afternoon. Good afternoon. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. എവിടെ വരെ നമ്മൾ ഡയാലിസിസ് സെന്റർ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? യെസ്, ഡയാലിസിസ് സെന്റർ വരെയും പറഞ്ഞായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഡയാലിസിസ് നമ്മൾ പറഞ്ഞു. ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കിയത് അഡ്വാൻറ്റേജസ് ആണ്. ഡയാലിസിസ് ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജ് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആഫ്റ്റർ ഇഫക്ട്സുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹീമോഡയാലിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിന്റെയും ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡയാലിസിസ് സെന്റർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഡയാലിസിസ് സെന്ററിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ 5 പോയിന്റ്സ് ആയിട്ട് 5 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? ഇല്ല. ഇപ്പൊ കാണാമോ? ക്ലിയർ ആണോ? നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡയാലിസിസ് സെന്റർ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്. ഇവിടെ 5 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഡയാലിസിസ് സെന്ററിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫസ്റ്റ് വൺ, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. എന്തുണ്ടായിരിക്കണം പറഞ്ഞ? നല്ലൊരു എയർ കണ്ടീഷനിങ് വേണം. The dialysis area should be provided with air conditioning. ഡയാലിസിസ് ഏരിയയിൽ നല്ലൊരു എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. അപ്പൊ ആ ഡയാലിസിസ് റൂമില് അവിടെ മെഷീനുകൾ എവിടെ വെക്കണം? സെന്ററിൽ വെക്കണം. Okay, each machine should be at the center of adequate area. ആ ഒരു ഏരിയയുടെ നടുക്കായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ്സ് ഓഫ് പേഴ്സണൽസ്. അവിടുത്തെ സ്റ്റാഫുകള്, ആ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര്, സ്റ്റാഫുകള്, ആ സ്റ്റാഫുകളുടെ ഈസി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് ആ മെഷീൻസുകള് സെന്ററിൽ വെക്കണം. ആ ഒരു ഏരിയയുടെ സെന്ററിലായിരിക്കണം മെഷീൻസ് വെക്കാൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട്, ആൻഡ് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് റെസിസ്റ്റേഷൻ എക്യുപ്മെന്റ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഉണർവ് വരുത്തുന്ന ഈ ഡയാലിസിസ് സെന്ററിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള എക്യുപ്മെന്റ്സുകൾ അതൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനും, അതുപോലെ തന്നെ അവിടുത്തെ പേഴ്സണൽസ് സ്റ്റാഫുകളുടെ ഈസി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് മെഷീൻ എപ്പോഴും ഡയാലിസിസ് മെഷീനൊക്കെ സെന്ററിലായിരിക്കണം വെക്കേണ്ടത്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ നീങ്ങുകയോ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ മെഷീൻ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ നീക്കി വെച്ചിട്ട് അതിൽ നടക്കാൻ പറ്റില്ല. അപ്പൊ അത് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ഒത്തിരി ഹെവി വെയിറ്റ് ഉള്ളത് കൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തള്ളി നീക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് എവിടെ തന്നെ വെക്കണം? സെന്ററിലായിരിക്കണം. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, സെന്ററിലായിരിക്കണം. Next, third point, the layer must have facilities for safeguarding a patient privacy.
ഇനി ഈ ലേഔട്ട് എങ്ങനെയായിരിക്കണം? നല്ലൊരു ഫെസിലിറ്റി വേണം ഫോർ സേഫ് ഗാർഡിങ് പേഷ്യന്റ് പ്രൈവസി. പേഷ്യൻസിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് വേണം. സേഫ് ഗാർഡിംഗ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്നുള്ള മീനിങ്. പേഷ്യൻസിന്റെ പ്രൈവസിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ ആ ലേഔട്ടിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ലേഔട്ട് എങ്ങനെയായിരിക്കും? ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ നമ്മുടെ പേഷ്യൻസിന്റെ പ്രൈവസി ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം അത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പേഷ്യൻസിനെ നമ്മൾ ഒറ്റപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂം ആണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാത്ത രീതിയിൽ പേഷ്യൻസിനെയൊക്കെ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ദാറ്റ് കീപ് ദ പേഷ്യൻസ് സെപ്പറേറ്റ് ഫ്രം അതർ പേഷ്യൻസ് ഓർ പേഴ്സൺസ്. അവര് മറ്റുള്ള പേഷ്യൻസോ പേഴ്സണോ ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്താത്ത രീതിയിൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂംസ് ആണ് ഐസൊലേറ്റഡ് റൂംസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, there should be distinct area for dialysis patient with a condition that needed isolation to guarantee safety to patient and staff in the dialysis room. Dialysis റൂമിലെ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, സേഫ്റ്റി എന്ന് വെച്ചാൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂമുകൾ വേണം, ഒരു പ്രത്യേക ഏരിയ വേണം. അതും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യമാണ്. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞ 1-2 റൂമുകൾ സെപ്പറേറ്റ് ചെയ്തും നിർത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിനും. കട്ടാവുന്നുണ്ടോ വോയിസ്? ആണോ നെറ്റിന്റെ ഉള്ള പ്രശ്നമാണോ? നോക്കട്ടെ. ഓക്കെ ആണോ നോക്കിയേ? ക്ലിയർ ആണോ? യെസ്, അത് ചിലപ്പോ നെറ്റിന്റെ എല്ലാ പ്രശ്നം കൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഡയാലിസിസ് റൂമിലെ പേഷ്യൻസിനും സ്റ്റാഫിന്റെ ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെ ഐസൊലേഷൻ വേണ്ടി വരുന്ന പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു സ്പെഷ്യൽ റൂം, ഐസൊലേഷൻ റൂം വേണം. അതും ആ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റി. ഇവിടെ ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ വേണം. ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും പൈപ്പ് കണക്ഷൻ, ടാപ്പ് അങ്ങനെയുള്ളതും ഒക്കെ വെക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ഇവിടെ. There should have a free water supply and drainage facilities. Fifth point നോക്കിയേ, the dialysis center shall exhibit appropriate signage which shall be in at least 2 languages.
നോക്കിയേ, ഡയാലിസിസ് സെന്ററിൽ സൈൻ ബോർഡുകൾ എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കണം. അതെങ്ങനെ വേണം? അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും, 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആ പേഷ്യൻസിന് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സൈൻ ബോർഡുകളൊക്കെ വെക്കുന്നത്, സൈനേജ് അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ. അതിപ്പോ നമ്മൾ 2 ലാംഗ്വേജിലെങ്കിലും വേണം എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മള് നമ്മളെ അത് ഓരോ സ്റ്റേറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കേരളത്തിൽ ഇപ്പൊ നമ്മുടെ മാതൃഭാഷ മലയാളമാണ്, അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം മലയാളം മസ്റ്റ് ആണ്. പിന്നെ അതിന്റെ ഒപ്പം ഇംഗ്ലീഷോ അങ്ങനെ ഏതാന്ന് വെച്ചാൽ ഇംഗ്ലീഷും അങ്ങനെ വേണം. ഇപ്പൊ നെക്സ്റ്റ് തമിഴ്നാട്ടിലാണെങ്കിൽ അവിടത്തെ അവര് തമിഴാണ്, തമിഴും ഇതിനൊപ്പം ഇംഗ്ലീഷും. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു സ്റ്റേറ്റിന് ബേസ് ചെയ്ത് അവിടുത്തെ ലാംഗ്വേജും അതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു ലാംഗ്വേജും കൂടി അവിടെ നമ്മൾ ഈ സൈൻ ബോർഡുകൾ വെക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. ഓക്കെ, നമ്മൾ പല സ്ഥലത്തും അങ്ങനെ ഇല്ലേ, മലയാളത്തിലും ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും, ചിലപ്പോൾ ഹിന്ദിയിലും ഉണ്ടാവും അല്ലെ. അങ്ങനെ 2 ലാംഗ്വേജിൽ. അപ്പൊ അത് അറിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം വെച്ച ഇംഗ്ലീഷ് എല്ലാവർക്കും വായിക്കാൻ അറിയണമെന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെയാണ് മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത്, അപ്പൊ മലയാളത്തിൽ ഇംഗ്ലീഷും അങ്ങനെ. എന്തായാലും 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിട്ടുള്ള സൈൻ ബോർഡുകൾ ഈ ഡയാലിസിസ് സെന്ററിൽ പ്രദർശിപ്പിക്കണം. അപ്പൊ ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, എന്താ പറയാ, ഡയാലിസിസ് ഏരിയയിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് വേണം. പിന്നെ ഓരോ മെഷീനും സെന്ററിൽ വെക്കണം, അഡിക്വേറ്റ് ഏരിയയുടെ സെന്ററിലായിരിക്കണം. പിന്നെ അത് പറഞ്ഞു ലേഔട്ട് എന്ന് പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്യുമ്പോഴും, അല്ലെ പ്ലാൻ ഒക്കെ ഇല്ലേ, ഒരു മീനിങ് ആണ് കേട്ടോ. പ്ലാൻ ഒക്കെ വരയ്ക്കുമ്പോഴും ഒക്കെ എന്ത് വേണം? പേഷ്യൻസിന്റെ പ്രൈവസി സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ വേണം. ലേഔട്ടിൽ ഉൾപ്പെടുത്തണം, പ്ലാനിൽ ഉൾപ്പെടുത്തണം. പിന്നെ അടുത്ത് ഐസൊലേഷൻ റൂം വേണം. ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂംസ്, ഐസൊലേറ്റഡ് റൂംസുകൾ വേണം. പിന്നെ അടുത്തത് ലാസ്റ്റ് പറഞ്ഞത് 5th പോയിന്റില് ഡയാലിസിസ് സെന്ററിൽ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും എഴുതിയിരിക്കുന്ന സൈൻ ബോർഡുകൾ വെക്കേണ്ടതാണ്, എക്സിബിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കണം. ഓക്കെ, 5 പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ നോക്കുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടത്, സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, the hospital administration must verify a patient and his or her representative or relatives has the following rights with regard to the dialysis center. അവിടെ ഡയാലിസിസ് എന്നാണ് കേട്ടോ, DIA എന്നൊന്ന് ചേർക്കാം. അവിടെ LYSIS എന്നുള്ളൂ, ഫ്രണ്ട് നോട്ടില് DIA എന്നും കൂടി ചേർക്കാം അവിടെ. അപ്പൊ പേഷ്യൻസും അവരെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അവകാശങ്ങളുണ്ട്. ഇനി പറയുന്ന അവകാശങ്ങളുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മള് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസും അവരുടെ റിലേറ്റീവ്സിനും പറയുന്ന അവകാശങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിയാക്കി സംരക്ഷിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്താണ്. ഓക്കെ, ഇപ്പൊ നോക്കിയാ അത് ഏതൊക്കെ പോയിന്റ്സുകൾ നോക്കിയേ. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, proposed investigation and care, expected result of treatment, likely complications. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്, അത് മനസ്സിലാക്കാം. അപ്പൊ എന്ത് വേണം? മതിയായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്തിനെ കുറിച്ചാ? എബൌട്ട് ദ നേച്ചർ ഓഫ് ഇൽനെസ്, അവരുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ്? കോസ് ഓഫ് ഇൽനെസ്, രോഗത്തിന്റെ കാരണം എന്താണ്? പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ, നിർദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ കെയർ എന്താണ്? എക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്താണ്? ലൈക്ലി കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യതകൾ ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരുമായിട്ട് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ആ പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആയിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അല്ലെങ്കിൽ
ഉറപ്പായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇതാണ് രോഗം അല്ലെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതപ്പോ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, വലിയ വലിയ സർജറി കാര്യങ്ങളോ ട്രീറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതും കൂടി നമ്മൾ ആ പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോട് പറയണം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പ്രശ്നമാവുന്നതിനേക്കാൾ മുന്നേ തന്നെ അതിങ്ങനെയൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നുള്ളത് നേരത്തെ ഒന്ന് മുൻകൂട്ടി പറയണം. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് എന്നാട്ടോ, റൈറ്റ് ചെയ്യിച്ചിട്ടാണ് right. Patient has the right to know the bill, so expected cost of treatment should be discussed before treatment. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ ആ എക്സ്പെക്ട് ചെയ്ത ബില്ല് എത്ര രൂപ ഈ ട്രീറ്റ്മെന്റിന് ആവും എന്നുള്ളത് അത് ആ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യണം. മനസ്സിലായോ? പേഷ്യന്റ് സൗണ്ട് ബ്രേക്ക് ആവും, കട്ടായി പോകണം, വേറെ പ്രശ്നമൊന്നുമല്ല. എല്ലാവർക്കും അങ്ങനെയാ? ഇപ്പൊ ക്ലിയർ ആണോ നോക്കി നിങ്ങള്? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നെറ്റിന്റെ എല്ലാ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എല്ലാവരും കേട്ടില്ലായിരുന്നോ? ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ ഏകദേശം അവരെ എത്ര രൂപ ചെലവാകും എന്നുള്ളത് ആ പേഷ്യൻസിനോട് പറയണം. ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ പറയണം. ഓക്കെ, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് നോക്കിയേ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കൂ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് സെക്കൻഡ് പോയിന്റില്? പേഷ്യന്റ് ഹാസ് the right to know the bill, so expected cost of treatment should be discussed before treatment. അപ്പൊ ആ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവര് പ്രതീക്ഷിക്കുന്ന ബില്ല് എത്രയാണ് എന്നുള്ളത് അവരോട് പറയണം. ആ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ പറയണം. എങ്കിലാണ് ആ പേഷ്യൻസിന് അത്രയും രൂപ സംഘടിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഇത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു എമൗണ്ട് പറയുമ്പോൾ എന്താ പറയാ, അവർക്ക് ചിലപ്പോ അത്രയും ക്യാഷ് അടയ്ക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്താ പിന്നെ അത് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ആദ്യം തന്നെ ട്രീറ്റ്മെന്റിന് മുന്നേ തന്നെ അവർ ഏകദേശം ഒരു ബില്ല് എത്രയാവുന്നുള്ളത് പേഷ്യൻസിനോട് പറയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, തേർഡ് പോയിന്റ്, ടു ഇൻഫോംഡ് കോൺസ്റ്റന്റ് പ്രിയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും ഇപ്പൊ ടെസ്റ്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു മുൻകൂർ സമ്മതം മേടിക്കണം. മുൻകൂർ സമ്മതം മേടിക്കണം. ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ സർജറി ചെയ്യുന്നതിന് മുന്നേ സൈൻ ചെയ്ത് മേടിക്കൂലേ പേഷ്യന്റിന്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ സൈൻ ചെയ്താലാണ് എന്താ സർജറി ചെയ്യുള്ളൂ. അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ, ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? മുൻകൂർ സമ്മതം മേടിക്കണം. എല്ലാം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് കേട്ടോ. Next, fourth point, to seek the second opinion from a proper clinician of patient choice with the records and the information being provided by treating hospital. ആ ഒരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ അത് വെച്ചാൽ അവരുടെ റെക്കോർഡ്സും അതുപോലെ തന്നെ ഇൻഫർമേഷനും ഒക്കെ ആ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സും അതിനോട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പേഷ്യൻസിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മേടിക്കാം, സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാം. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് വേറൊരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. Okay, to seek the second opinion from a proper clinician of patient choice. Patient choice അനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാം. Next, fifth point, to keep privacy, human dignity during treatment. ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ പ്രൈവസി അതുപോലെ ഹ്യൂമൻ ഡിഗ്നിറ്റി, അന്തസ്സ്, ഇതൊക്കെ കീപ്പ് ചെയ്യണം. അത് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതാണ്. അവരോട് മോശമായിട്ട് പ്രൈവസി ബ്രേക്ക് ആവുകയാണോ? നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ കുഴപ്പം? തൊട്ടപ്പുറം ക്ലാസ് പോകണ്ടല്ലോ. ഇപ്പൊ നോക്കിയേ, ക്ലിയർ ആണോ നോക്കിയേ? ഇപ്പൊ ക്ലിയർ ആണോ നോക്കിയേ? ഇപ്പൊ ഓക്കെ ആണോ? യെസ്, ഓക്കെ. ഇപ്പൊ നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, to keep the privacy, human dignity during treatment. ഓക്കെ, ചിലപ്പോ ചിലർക്കായിരിക്കും കേട്ടോ എന്തെങ്കിലും നെറ്റിന്റെ വല്ല പ്രശ്നമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഓക്കെ അല്ലേ? തൊട്ടപ്പുറം ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇവിടത്തെ പ്രശ്നമാണെങ്കിൽ അവിടെയും ബ്രേക്ക് ആവുക പോകേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോന്നൊന്ന് മെസ്സേജ് ചെയ്തേ നിങ്ങള്. ഇപ്പൊ ഓക്കെ സഫീറ, ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ
ഓക്കെ, നോക്കാം. ഫിഫ്ത്ത് പോയിന്റ്, ടു കീപ് പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രൈവസി, പേഷ്യൻസിന്റെ പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അന്തസ്, ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പേഷ്യന്റിനോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ സിക്സ്ത് പോയിന്റ്, to no discrimination about the treatment and behavior on the basis of disease like HIV. HIV പോലുള്ള രോഗങ്ങളുടെ ഒരു ബേസിൽ അവിടെ പേഷ്യൻസിനോട് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല, ഒരു വേർതിരിവും കാണിക്കാൻ പാടില്ല. ഓക്കെ, അബൌട്ട് ദ ട്രീറ്റ്മെന്റിൽ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ HIV പോലുള്ള രോഗങ്ങളുള്ള ഒരു പേഷ്യൻസിനോട് ഒരു മോശമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരോടൊരു വേർതിരിവും കാണിക്കാനും പാടില്ല. ഓക്കെ, to not discrimination about the treatment and behavior on the basis of diseases like HIV. Okay, next, last point, try to find a redressal. Redressal എന്ന് വെച്ചാൽ പരിഹാരം. To try to redressal in the case of grievance. Grievance എന്ന് പറഞ്ഞാൽ പരാതി. Grievance, പരാതി. Based on services provided by the establishment. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ അവിടെ നമ്മൾ ഒരു ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻസ് അല്ലെങ്കിൽ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളത്. ഓക്കെ, try to find a redressal in the case of grievance based on the services provided by the establishment. ആ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 7 പോയിന്റ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ്, റിഡ്രസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം, റിഡ്രസൽ എന്ന് പറഞ്ഞ പരിഹാരം, ഗ്രീവിയൻസ് എന്ന് പറഞ്ഞ പരാതി. അപ്പൊ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് 7 പോയിന്റ്സിൽ ഇപ്പൊ നിങ്ങളോട് ഒന്നില്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ verify regarding to the dialysis center. ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്നവർ ഏതെല്ലാം, വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെല്ലാം, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഒരു 7 പോയിന്റ്സും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫുള്ള് കാണാതെ പഠിക്കേണ്ട, ഏതൊക്കെയാണ്. അപ്പൊ അത് ഓപ്ഷൻസ് ഉണ്ടാവും, ആ ഓപ്ഷൻസ് നോക്കി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയോ? എല്ലാ പോയിന്റ്സും കിട്ടിയോ നിങ്ങൾക്ക്? 4th പോയിന്റ്. ഓക്കെ ഓക്കെ, to seek the second opinion from a proper clinician of patient choice with the records and the information being provided by the treating hospital. ഈ ഒരു ഹോസ്പിറ്റലില് ചികിത്സ നൽകുന്ന രേഖകളും വിവരങ്ങളും സഹിതം ഒരു ഉചിതമായിട്ടുള്ള രോഗിയുടെ ഇഷ്ടാനുസരണം തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു തേടുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ ഒന്ന് റെഫർ ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ആ പേഷ്യൻസിന്റെ ഇഷ്ടാനുസരിച്ച് തന്നെ അവരോട് തന്നെ നമുക്ക് ഒരു ഒപ്പീനിയൻ ചോദിക്കാം. ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ റെഫർ ചെയ്യാം, അവർ പേഷ്യൻസും കൂടി സമ്മതിക്കണം, അല്ലെങ്കിൽ അവരുടെയും കൂടി ഇഷ്ടാനുസരണത്തോടു കൂടി എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മേടിക്കാം ക്ലിനിഷ്യന്. അപ്പൊ ഇപ്പൊ വേറൊരു ഡോക്ടർ റെഫർ ചെയ്യണമെങ്കിൽ പറഞ്ഞ പേഷ്യൻസിന്റെ സമ്മതത്തോടു കൂടി അങ്ങനെ ഒരു റെഫറൻസിന് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള മീനിങ് ആണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം, പേഷ്യൻസിന്റെ ചോയ്സ് അനുസരിച്ച് തന്നെ ആ ക്ലിനിഷ്യന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ,
നെക്സ്റ്റ് വരുന്ന പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 7 പോയിന്റ്സിൽ പറഞ്ഞത്. ഇനി പേഷ്യൻസ് എന്താ ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ള പറഞ്ഞേക്കുന്ന 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇപ്പൊ ആദ്യം പേഷ്യന്റ് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ രോഗമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക. അതായത് പകുതി കാര്യങ്ങൾ പറയാതിരിക്കരുത്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ സിംറ്റംസ് നമ്മൾ പറയുന്ന ഇതനുസരിച്ചാണ് ഡോക്ടർ എന്താ അതേത് രോഗമാണ് എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യുന്നതും ഒക്കെ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പേഷ്യൻസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Second point, associate with the doctors in the course of examination, treatment. ഈ എക്സാമിൻ ചെയ്യുന്ന സമയത്തും ട്രീറ്റ്മെന്റ് സമയത്തും ഈ ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യാം? അസോസിയേറ്റ് ചെയ്യുക. അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഡോക്ടറിനോട് അസോസിയേറ്റ് ചെയ്യുക എന്ന് നല്ല രീതിയിൽ തന്നെ ഡോക്ടർ പറയുന്ന പോലെ ചെയ്ത് ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, സഹകരിക്കുക. Abide by all instruction. Third point ആണ് abide by all. എല്ലാ next, pay hospital agreed fees on time. കറക്റ്റ് ടൈമില് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ല? ഇപ്പൊ ക്ലിയർ അല്ല ഞാൻ പറയുന്നേ? തേർഡ് കേട്ടില്ല. ഓക്കെ, ഞാൻ അതൊന്നുകൂടി വേഗം പറയാം. തേർഡ് പോയിന്റ് എന്താ? അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. റംസിയ, മഴ ഉള്ളത് കൊണ്ട് റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. എന്നുവെച്ചാൽ ഇവിടുത്തെ പ്രശ്നമല്ല, എന്നുവെച്ചാൽ തൊട്ടപ്പുറം ഇപ്പുറയൊക്കെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അവിടെ വേറെ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പൊ 1-2 പേർക്കൊക്കെ ആണെങ്കിൽ വല്ല നെറ്റ് ഇഷ്യൂ ഉണ്ടോ, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. തേർഡ് പോയിന്റ് നോക്കി, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമില് എന്താ ഫീസ് അടയ്ക്കുക, പേ ചെയ്യുക. പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. ഓരോ ടൈമിലും ഇങ്ങനെ ഇതാണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഓക്കെ, ചിലര് കട്ടാവുന്നുണ്ടെന്ന് പറയാം, ചിലര് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ? പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കറക്റ്റ് ടൈമില് ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് അത് പേ ചെയ്യുക. അത് പേഷ്യന്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് മാത്രം എടുക്കാൻ പറ്റില്ല. അതിനുള്ള അവര് പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഫീസും ആ കറക്റ്റ് സമയത്ത് തന്നെ പേ ചെയ്യണം. നെക്സ്റ്റ്, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ദ സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും ഒക്കെ നോബിലിറ്റി മനസ്കൃതം, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിനോട് ബഹുമാനിക്കുക. ഓക്കെ, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് സ്റ്റാഫ്. ഹോസ്പിറ്റൽ സ്റ്റാഫ്
എന്താണ് പ്രശ്നം? എല്ലാവർക്കും അങ്ങനെയാണോ? ഉണ്ട് മിസ്. കുറെ നേരം ഇടയ്ക്ക് സ്റ്റക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പോയിന്റ്സ് ഇപ്പൊ സൗമ്യ പറയുന്നത് ലാസ്റ്റ് പോയിന്റ് കേട്ടില്ല, അപ്പൊ തന്നെ കട്ടായി. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആണുണ്ട്. ഇവിടുത്തെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ തൊട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ബാച്ചിലുള്ള ക്ലാസ് പോകുന്നുണ്ട്. അങ്ങനത്തെ ഇവിടുത്തെ ഇഷ്യൂ ആണെങ്കിൽ അവിടെ അവർക്കും ബ്രേക്ക് ആവണം. ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ അല്ല പറയുന്ന വോയിസ് കുറെ ടൈം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തണത്. കട്ടാവുന്നുണ്ട്, നമുക്ക് ശരിക്കും കേൾക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും അങ്ങനെയാണ്. ഓക്കെ, ഞാനിവിടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. സമയം പോണു നമ്മുടെ. നോക്കട്ടെ. ഇപ്പൊ ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ. സൗണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓക്കെ. നോക്കിയേ, പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 5 പോയിന്റ്സ് ആണ്. പെട്ടെന്ന് ഞാനൊന്ന് പറയാം. നോക്കാം. പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഫസ്റ്റ് എന്താണ്? പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്, ഉത്തരവാദിത്തമാണ്. ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. സ്ക്രീൻ പോയോ? കാണുന്നില്ലേ? ഇപ്പൊ നോക്കിയേ, സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, നോക്കിയേ, അപ്പൊ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാ പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ്, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. എക്സാമിനേഷൻ സമയത്തും പരിശോധനാ സമയത്തും ചികിത്സിക്കുന്ന സമയത്തും ട്രീറ്റ്മെന്റ് സമയത്തും ഡോക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, സഹകരിച്ചു പോകുക. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻ. എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കുക. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് തരുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും നിർദ്ദേശങ്ങളും പാലിക്കുക. നെക്സ്റ്റ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ദ ടൈം. കറക്റ്റ് ടൈമില് ഹോസ്പിറ്റല് നിർദ്ദേശിച്ചിട്ടുള്ള ഫീസ് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? പേ ചെയ്യുക. നെക്സ്റ്റ്, റെസ്പെക്ട് നോബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടേഴ്സിനോടും ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും ഒക്കെ ഒരു മഹാമനസ്കൃതിയെ നമ്മൾ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഇത്രയാണ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ഭാഗം കൂടി ഉള്ളൂ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഇതും ഇതുപോലെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ,
First point, make sure the clinical team provide the highest level of care to the patient by taking care of their safety, comfort and well-being. അപ്പൊ എന്ത് ചെയ്യണം? മേക്ക് ഷുവർ ദ ക്ലിനിക്കൽ ടീം, ആ ക്ലിനിക്കൽ ടീം എന്ത് ചെയ്യണം? അവര് പ്രൊവൈഡ് ചെയ്യുന്ന ആ കെയർ, അത് നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും കംഫർട്ട്, അവരുടെ സുഖത്തിനും വെൽബീയിങ് ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ടീം നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഉറപ്പുവരുത്തണം. നല്ലോണം നല്ല കെയർ കൊടുക്കുന്നില്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. Make sure that the clinical team provides the highest level of care to patients. Clinical team patientsന് നല്ല കെയർ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി സെക്കൻഡ് നോക്കിയേ, examines and solve problems that fall outside of the domain of the nurse clinician concerning patient care and management and associate with the other departments and care providers. ഇവിടെ നോക്കിയേ, എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക, ആൻഡ് സോൾവ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എന്താ നോക്കിയേ, ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നഴ്സ് ക്ലിനിഷ്യൻ കൺസേണിങ് പേഷ്യന്റ് കെയർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ രോഗി പരിചരണം പേഷ്യന്റ് കെയറുമായിട്ട് അല്ലെങ്കിൽ രോഗി പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലിനിഷ്യന്റെ പുറത്തുള്ളതോ അല്ലെങ്കിൽ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതോ ഉള്ള ആ പ്രശ്നങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടോ പേഷ്യന്റ് കെയറോ അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടോ ക്ലിനിഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ നേഴ്സിന്റെയോ പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് പരിശോധിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും അല്ലെങ്കിൽ കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിക്കുക, അസോസിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഔട്ട്സൈഡ് ഡൊമൈൻ നേഴ്സിന്റെയോ ക്ലിനിഷ്യന്റെയോ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റ് രോഗി പരിചരണം എന്നിവയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അത് മനസ്സിലാക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക. പിന്നെ അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടും കെയർ പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ സഹകരിച്ച് പോവുക. Third point, gather, assess, screen and respond to a wide range of requests for the information from patients and other staff who represent different level of the organization. Gather ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക. Assess ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. സ്ക്രീൻസ് എന്ന് വെച്ചാൽ അത് സ്ക്രീൻ ചെയ്യുക, സംരക്ഷണം നൽകുക എന്നുള്ള മീനിങ്. റെസ്പോണ്ട്, അതിനോട് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. എന്തൊക്കെയാന്ന് നോക്കിയേ, ടു എ വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം പേഷ്യന്റ് ആൻഡ് അതർ സ്റ്റാഫ് ഹു റെപ്രസെന്റ് ദ ഡിഫറെന്റ് ലെവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന പേഷ്യൻസിൽ നിന്നും സ്റ്റാഫിൽ നിന്നുള്ള ഇൻഫർമേഷൻസിന്റെ റിക്വസ്റ്റുകൾ, എന്തെങ്കിലും റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഗ്യാദർ ചെയ്യുക, അതിനെ വിലയിരുത്തുക, അതിനെ നമ്മൾ സംരക്ഷണം നൽകുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അതിനോട് പ്രതികരിക്കുക. ഒരു ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളെ ഡിഫറെന്റ് ലെവൽസ്, വിവിധ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രതിനിധീകരിക്കുന്ന പേഷ്യൻസിൽ നിന്നും സ്റ്റാഫിൽ നിന്നുമുള്ള റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യുകയും അത് അസസ് ചെയ്യുകയും സ്ക്രീൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻ ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്.
ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഡിസ്ചാർജ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അവിടെ നോക്കി, ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസ്, കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള അതും കൂടി ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. ചില കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ ഡിസ്ചാർജ് പ്ലാൻസില് നമ്മള് അവർക്കൂടെ ഒരു ബില്ലിലൊക്കെ വരുമ്പോ കമ്മ്യൂണിറ്റീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് ലെവൽ റിഡക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis service through communication with the facilities verification processor. Facilities verification processുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട്പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്, ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ സഹായിക്കുക. എന്തിനു വേണ്ടി? റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട്പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്, ഔട്ട്പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക. ഏത് കൂടിയാണ്? ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്സ്. ഫെസിലിറ്റി വെരിഫിക്കേഷൻ പ്രോസസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ലഭിക്കുന്നതിനായിട്ടുള്ള ഇൻഷുറൻസ് ഇഷ്യൂസിന് എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക, അതിനാണ് സഹായിക്കുക. Next point, link me in contact with the multidisciplinary healthcare team in a purposeful, goal-directed fashion. Works eagerly to maximize the effectiveness of resource utilization. ഒരു പ്രത്യേക ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ, ഒരു പ്രത്യേക ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വർക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സ് യൂട്ടിലൈസേഷന്റെ എഫക്റ്റീവ്നെസ് മാക്സിമം ആക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടി വർക്ക് ചെയ്യുക. Work eagerly to maximize the effectiveness of resource utilization. Resource utilization എഫക്റ്റീവ്നെസ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കും ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് ആ പേഷ്യൻസിനെ അവരുടെ റൂമിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കോ ഡയാലിസിസ് ചെയ്തതിനു ശേഷമുള്ള റൂമിലേക്കുള്ള ആ ട്രാൻസ്പോർട്ടേഷൻസിലോ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, മോണിറ്റർ റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ. മോണിറ്റർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇൻഫർമേഷൻസ് നിരീക്ഷിക്കുക, മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കുക. മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ഓരോ ദിവസവും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, പ്രിപ്പയർ ഫയൽസ്, റിട്രൈവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റം. ഫയൽ നാട്ടോ, FILE, ഫയൽ, FILE, ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് റിട്രൈവ് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടെടുക്കുകയും റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് അത് സൂക്ഷിക്കുകയും ചെയ്യുക. പ്രിപ്പയർ ഫയൽസ്, റിട്രൈവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് വീണ്ടെടുക്കുകയും അതുപോലെ റെക്കോർഡ്സും ഡോക്യുമെന്റ്സും സൂക്ഷിക്കുകയും ചെയ്യുക.
നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് അറ്റൻഡ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് ടു ഡിസ്കസ് ഷെഡ്യൂൾ patient requirements and continue improvement effort or reminder. The attends daily rounds attend ചെയ്യുക or meeting അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിസ്കസ് ഷെഡ്യൂൾ പേഷ്യന്റ് റിക്വയർമെന്റ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നത് മനസ്സിലാക്കാനും അത് ഡിസ്കസ് ചെയ്യുന്നതിനും പിന്നെ അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് എന്തെങ്കിലും ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇംപ്രൂവ് ചെയ്യാനോ എഫേർട്സ് അത് ഇംപ്രൂവ് ചെയ്യുന്നതിനോ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. ഡയാലിസിസ് കോർഡിനേറ്റർ പങ്കെടുക്കുക എന്നിവർക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെയിലി റൗണ്ട്സുകളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കുക. പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്താണ് അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ഡെയിലി റൗണ്ട്സിലോ ഒക്കെ എന്ത് ചെയ്യാം, പങ്കെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് ഏതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനൊന്ന് പഠിക്കണം. ഫുള്ള് കാണാതെ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഫുള്ള് എഴുതാനൊന്നും പറയില്ല. അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ, ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്ന ചാപ്റ്റർ HAI ആണ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, ചാപ്റ്റർ 25, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും അത് പ്രിന്റ് എടുത്ത് വെക്കാം. ഇപ്പൊ ഇതിനകത്ത് വേഗം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ തരുന്നുള്ളൂ, ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇന്നിപ്പോ കേൾക്കുന്നില്ല, കട്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുറച്ച് സമയം പോയി. പിന്നെ ഈ ചാപ്റ്റർ നമുക്ക് തീർക്കാന്ന് വിചാരിച്ചാട്ടാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ നമുക്ക് ക്ലാസ് വരുന്നുള്ളൂ. ഇനിയിപ്പോ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പേപ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സാം ഇടാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എത്രയാ 2-3 ചാപ്റ്ററോളം ഇനി എടുക്കാനില്ലേ? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ മൊഡ്യൂൾ വൈസ് തിരിച്ചിട്ട്. അപ്പൊ അത് നോക്കണം കേട്ടോ. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കണം. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ മോർച്ചറി സർവീസ് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാ, പിന്നെ ഇല്ലേ 1-2 ചാപ്റ്ററും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ അത് നോക്കി പോണം കേട്ടോ. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, എടുക്കാത്തുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ നോക്കണം. സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഓർഡറിലായിരിക്കും ഇനിയിപ്പോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ അത് ടിക്കിട്ട് വെച്ചോ നിങ്ങൾ ആ പ്രിന്റ് ഇതിനകത്ത്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. വേഗം ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈസ് എ ട്രീറ്റ്മെന്റ്, വേഗം എഴുതിക്കോ. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ്, സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ട്രീറ്റ്മെന്റ് ദാറ്റ് ഫിൽറ്റേഴ്സ്, FILTERS, filters and purifies, filters and purifies the blood using a machine. Dash is a treatment that filters and purifies the blood using a machine. ഓക്കെ, ഏതാണെന്ന് എഴുതാം. ഇവിടെ ഞാൻ ഇതിന്റെ ഓപ്ഷൻ വേണമെങ്കിൽ ഒന്ന് പറയാം. ഫ്ലൂറോസ്കോപ്പി, ആൻജിയോഗ്രഫി, ഡയാലിസിസ്, എക്കോ കാർഡിയോഗ്രാം, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അത് അറിയാലോ. ആൻസർ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ ആൻസർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദ ബ്ലഡ്? വേഗം എഴുതിക്കോ. വിച്ച് ഓർഗൻ പ്യൂരിഫൈ ദ ബ്ലഡ്? അടുത്ത ക്ലാസ്സിലേക്ക് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്യൂട്ട്
renal failure means? Acute renal, RENAL. Acute renal failure means. Second question, which organ purify the blood? Which organ purify the blood? Third question, acute renal failure means. Next question, expand AKI. Expand AKI. AKI. Next question, a doctor who is specialized, SPECIALIZED, specialized in kidney problems. In kidney problems. A doctor who is specialized in kidney problems. Next question. A surgical connection between an artery, 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 and a vein. A surgical connection between an artery and a vein. Okay, next question. Which and vein, VEIN, done. A surgical connection between an artery and a vein. Next question. Which type of access used for short-term SHORT, short-term hemodialysis? Which type of access used for short-term hemodialysis? Next question. In which of the following dialysis, which type of access used for short-term hemodialysis? Follow ചെയ്ത് വന്നില്ലേ നിങ്ങള്? ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയാലിസിസ് blood is purified inside INSIDE. Your own body, inside your own body, instead of using a dialyzer machine, DIALYZER. Okay, dialyzer machine. Next question. In which of the following, ആ ക്വസ്റ്റ്യൻ തന്നെയാട്ടോ, രേഷ്മ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. In which of the following dialysis the blood is purified inside your own body instead of using a dialyzer machine? Next question. The lining of abdomen is called a dash. The lining of abdomen is called dash. Next question. Expand CAPD.
expand CAPD. Expand CAPD. Expand CAPD. Last question. The clinical place in which treat the patients with the renal failure. The clinical place in which treat the patients with the renal failure. പിന്നെ ഇന്നെടുത്ത ഭാഗത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി ഇതിന്റെ ആൻസർ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ചാപ്റ്റർ 25 ആണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റ് നോട്ട് എല്ലാവരും എടുത്തു. ഓക്കെ, ബൈ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാത്തത്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ബൈ. ബൈ മിസ്, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ